പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ത്യൻ നടപടിക്കെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനും മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായിരുന്ന ബിലാവൽ ഭൂട്ടോ സിന്ധു നദി തങ്ങളുടേതാണെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാനെ തെറ്റായി കുറ്റപ്പെടുത്തുകയാണെന്നും സ്വന്തം ബലഹീനതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും ഭൂട്ടോ ആരോപിച്ചു. ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായ നയതന്ത്രപരവും സാമ്പത്തികവുമായ മറുപടി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി. സിന്ധു നദി നമ്മുടേതാണെന്നും സിന്ധു നമ്മുടേതായി തന്നെ തുടരുമെന്നും ഞാൻ ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ നമ്മുടെ വെള്ളം ഈ സിന്ധുവിലൂടെ ഒഴുകും, അല്ലെങ്കിൽ അവരുടെ രക്തത്തിലൂടെ ഒഴുകും. ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർദാരി ഇങ്ങനെയാണ് പറഞ്ഞത്. ബുധനാഴ്ച ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുകയും പാകിസ്ഥാൻ സൈനികരെ പുറത്താക്കുകയും 1960 സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും അട്ടാരി ലാൻഡ് ട്രാൻസിറ്റ് പോസ്റ്റ് ഉടൻ അടച്ചുപൂട്ടുകയും ചെയ്യുന്നതുൾപ്പെടെ നിരവധി നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. അതേസമയം വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഭീഷണി മുഴക്കി. പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പണം ഞങ്ങൾ തരും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനാൽ പൂർണ്ണ തോതിലുള്ള ഒരു സംഘർഷ സാധ്യതയെക്കുറിച്ച് ലോകം ആശങ്കപ്പെടണം. പാകിസ്ഥാൻ എന്തിനും തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഭീകരർക്ക് സഹായം നൽകിയവരെയും തേടിച്ചെന്ന് തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. സുരക്ഷാ വീഴ്ചയിലും പരിശോധന വേണമെന്ന് കോൺഗ്രസും CPM ആവശ്യപ്പെടുന്നുണ്ട്.